വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 7, അതായത് നാളെയാണ് നമ്മുടെ ശിവരാത്രി മഹോത്സവം. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ പൊങ്കാല നടക്കുന്നത് ശിവരാത്രിയുടെ അന്നാണ്. അപ്പോൾ പൊങ്കാല ഒരുക്കങ്ങളും പൊങ്കാല വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പൊങ്കാലയുടെ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ ചൂട്ടും കൊതുമ്പും ഒക്കെ പറിക്കുന്നത് പതിവാണല്ലോ. അപ്പം നമ്മൾ ഈ തറയിൽ കിടക്കുന്ന ചൂട്ടും കൊതുമ്പും എല്ലാം നമ്മളിങ്ങനെ പറക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ തൊടിയിലും നമ്മുടെ പറമ്പിലും ഒക്കെ ഉള്ള തെങ്ങിൻ്റെ തന്നെയാണ് ചൂട്ടും കൊതുമ്പൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് 7-ാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ ചൂട്ടും കൊതുമ്പും പറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ചൂട്ടും കൊതുമ്പും കെട്ടാൻ വള്ളിയൊന്നും കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ കിടന്ന ഒരു ഓലയുടെ തന്നെ മേൽഭാഗം ഇങ്ങനെ വെട്ടി തന്നായിരുന്നു വലിച്ചൻ. അപ്പം അത് വെച്ചാണ് ഞാൻ ഈ കെട്ടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ, ഇവിടുന്ന് എടുത്ത് മേളിലോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. അപ്പോൾ ദേ ഈ ചൂട്ടും കൊതുമ്പൊക്കെ നേരെ ചൊവ്വേ കെട്ടാനൊന്നും ആ വള്ളി വെച്ച് പറ്റത്തില്ല. പിന്നെ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാനത് ചുറ്റിക്കെട്ടിയൊക്കെ വെക്കുന്നുണ്ട്. ചൂട്ടും കൊതുമ്പും മാത്രമല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ കുറേ വിറകുകളും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം തീ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂട്ടും കൊതുമ്പും കുറച്ച് എടുത്തത്. അപ്പോൾ 3-4 പൊങ്കാലയുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ അതിനുള്ള ചൂട്ടും കൊതുമ്പും നമുക്ക് വേണമല്ലോ. അപ്പോൾ അതാണ് വീട്. ഈ തേര് കയറി നമ്മൾ ചെല്ലണം. നല്ലൊരു ഏറ്റമാണ്. അപ്പം ഈ ഏറ്റം കയറി നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്കൊരു മീൻകുളമൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഇപ്പം നിറയെ കരിയില വീണ് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത് ഇല പൊഴിയുന്ന സീസണും കൂടെ ആയതുകൊണ്ട് നിറച്ചും കരിയില വീണ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഇനി കലം മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള കലങ്ങളും ബാക്കിയുള്ള സാധനങ്ങളും അരിയും ശർക്കരയും അങ്ങനെയൊക്കെയുള്ള എല്ലാം മേടിക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മൾ കലത്തിൻ്റെ കടയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള കലം എടുത്തോന്ന് ആങ്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അകത്ത് കയറി നമുക്ക് ഇഷ്ടമുള്ള ഒരു കലം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി അത് വെള്ളം ഒഴിച്ച് നോക്കണം. അപ്പോൾ എനിക്ക് നേരെ ചൊവ്വേ കലം എടുക്കാനൊന്നും അറിയില്ല. പിന്നെ ഞാൻ അമ്മയെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു വാവട്ടം കൂടുതലുള്ള കലം എടുത്തോ, അപ്പോൾ ഇളക്കാനൊക്കെ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ഞാനൊരു കലം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊട്ടി നോക്കുന്നതൊക്കെ വെറുതെയാണ്, ഒന്നും അറിയില്ല. പിന്നെ കുറേ ഇടത്ത് ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊട്ടി നോക്കുന്നത്. അങ്ങനെ ഞാനൊരു കൗതുകത്തിന് വേണ്ടി കൊട്ടിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ കലം ഇരിപ്പുണ്ട്. കുറേ കലം കണ്ടു, ഏത് വേണമെന്ന് കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവസാനം നമ്മൾ 2 കലത്തിലെത്തി ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതും എടുത്തു. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ട്. അതും കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം കേട്ടോ. പൊതുവേ ഇപ്പം നല്ല ചൂടാണല്ലോ. അപ്പോൾ അതിനകത്ത് കൂടുതൽ ടൈമൊന്നും നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ വേഗം തന്നെ കലം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച കലവും തവിയും. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ പിറ്റേന്ന് ശിവരാത്രി ദിവസമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. അപ്പോൾ ഇത് വീഡിയോ വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ എരിക്കുമ്പൂവൊക്കെ വെച്ച് മാലയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ഭഗവാന്. അത് കഴിഞ്ഞ് നമ്മൾ 5 മണിയായപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്ര നേരത്തെ പോകേണ്ട കാര്യമൊന്നുമില്ല, എങ്കിലും എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി അകത്ത് കയറി തൊഴുതിട്ടൊക്കെ വന്നു. എരിക്കുമാലയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പൊങ്കാല ഇടാനുള്ള കാര്യത്തിലേക്ക് കടന്നു. അപ്പം നമ്മൾ ആദ്യം തന്നെ പടുക്കയാണ് ഇടുന്നത്. ഗണപതി പടുക്ക ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ.
പൊങ്കാല ഇവിടെ തുടങ്ങി കഴിഞ്ഞു. തിരുമേനി ഭദ്രദീപം തെളിയിച്ചു. അതിനുശേഷം ഭണ്ഡാരടുപ്പിലേക്ക് തീ പകർന്നു. ഇനി നമുക്ക് ഉള്ള തീയും കൂടി നമുക്ക് അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് പകർന്ന് നൽകും കേട്ടോ. ഈ വർഷത്തെ പൊങ്കാല സമർപ്പണം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് പൊങ്കാല ഇടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ പൊങ്കാലയെല്ലാം അർപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ കുടിക്കാനുള്ള വെള്ളവും കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ പ്രഭാത ഭക്ഷണമായിട്ട് കഞ്ഞിയാണ് നമുക്ക് തന്നത്. കഞ്ഞിയും പയറും മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അവിടുന്ന് കഴിക്കുന്നവരൊക്കെ കഴിച്ചു. പിന്നെ ഉപവാസം എടുക്കുന്നവരൊന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. അപ്പോൾ അത് എൻ്റെ അടുത്തിരുന്ന് ലച്ചൂസ് കഞ്ഞിയും പയറൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊങ്കാല നേദിക്കാൻ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ ഇരുന്നു കഞ്ഞിയൊക്കെ കുടിച്ചു. എന്തോ ഭാഗ്യത്തിന് അന്ന് കുറച്ച് വെയിൽ കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ചൂടൊന്നും നമുക്ക് ഏൽക്കേണ്ടി വന്നില്ല. പിന്നെ പുകയുടെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അത് ഏത് പൊങ്കാലയ്ക്കാണെങ്കിലും പുക കൊണ്ടല്ലേ പറ്റുള്ളൂ. ഇനി വൈകിട്ട് അമ്പലത്തിൽ പുഷ്പാഭിഷേകവും ചന്ദ്രൻ ചാർത്തി ദീപാരാധനയും ദീപക്കാഴ്ചയും ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് രാത്രി 12 മണിക്ക് ഭസ്മാഭിഷേകവും ഒക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം ഇനി കാണാൻ പോകണം. പിന്നെ പിറ്റേ ദിവസം രാവിലെ വരെ അഖണ്ഡനാമജപം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊങ്കാല വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കയറി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.